ആകാശവാണി. നമസ്കാരം. ഓട്ടിസം ബോധവൽക്കരണവും പരിചരണവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. വ്യക്തികളും അവരുടെ ചുറ്റുപാടുകളുമായി നടക്കുന്ന ആശയവിനിമയം, ഇടപഴകൽ എന്നിവയെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടിസം അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസത്തെക്കുറിച്ചുള്ള അവബോധം ഇന്ന് സമൂഹത്തിൽ മുമ്പത്തേതിനെ അപേക്ഷിച്ച് കൂടുതലായുണ്ട്. എന്നാൽ അതോടൊപ്പം നിരവധി തെറ്റിദ്ധാരണകളും അബദ്ധ പ്രചാരണങ്ങളും നിലനിൽക്കുന്നു. നേരത്തെയുള്ള രോഗനിർണയം, ശരിയായ പരിചരണം, പിന്തുണ എന്നിവ ഓട്ടിസം ബാധിതരുടെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തും. ലോകമെമ്പാടുമുള്ള ഓട്ടിസം ബാധിതരായ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനമായി ആചരിച്ചു വരുന്നു. 2007 മുതലാണ് ഈ സവിശേഷമായ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഓട്ടിസവും മനുഷ്യത്വവും, ഓരോ ജീവിതവും വിലപ്പെട്ടതാണ് എന്നതായിരുന്നു ഈ വർഷത്തെ ഓട്ടിസം ബോധവൽക്കരണ ദിനപ്രമേയം. ഓട്ടിസം എന്ന രോഗാവസ്ഥയെക്കുറിച്ചും ഓട്ടിസം ബാധിതരുടെ പെരുമാറ്റങ്ങളും സ്വഭാവത്തിലെ സവിശേഷതകളെയും കുറിച്ച് വിശദീകരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. ഓട്ടിസമുള്ള കുട്ടികൾക്ക് 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന്, സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനോ വൈകാരിക പ്രകടനങ്ങൾ നടത്താനോ ഉള്ള കഴിവില്ലായ്മയാണ്. ഉദാഹരണത്തിന്, മുഖത്ത് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങോട്ടാരെങ്കിലും ഹസ്തദാനം ചെയ്താൽ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങൾ. രണ്ടാമത്തേത് പദസമ്പത്തിലും വാക്കുകൾ പ്രകടിപ്പിക്കുന്നതിലുമുള്ള പരിമിതിയാണ്. മൂന്നാമത്തേത് ആവർത്തന വിരസമായ ചേഷ്ടകളും ചലനങ്ങളും താല്പര്യങ്ങളുമാണ്. ഒരേപോലെയുള്ള പ്രവൃത്തികൾ ഒരേ രീതിയിൽ ഇരുന്ന് മണിക്കൂറുകളോളം ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവരുടെ രീതി. ഓട്ടിസമുള്ള കുട്ടികളിൽ 2 വിഭാഗം കുട്ടികളിലും ബൗദ്ധിക വെല്ലുവിളികൾ അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവ് അനുബന്ധമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 1 ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് സാധാരണ ബുദ്ധിയോ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓട്ടിസത്തിന് അനുബന്ധമായി വരുന്ന ചില പെരുമാറ്റ പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നൽകാം. ഓട്ടിസമുള്ള നല്ലൊരു ശതമാനം കുട്ടികൾക്കും അനുബന്ധമായി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ ADHD എന്നൊരവസ്ഥയുണ്ടാവും. ശ്രദ്ധക്കുറവും അമിത വികൃതിയും എടുത്തുചാട്ടവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഓട്ടിസമുള്ള ചില കുട്ടികൾക്ക് അപസ്മാരവും ചില കുട്ടികൾക്ക് അമിതമായ ദേഷ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ച് ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തിയ ശേഷം സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ സാമൂഹിക നിപുണതാ പരിശീലനം എന്ന പരിശീലനത്തിലൂടെയാണ് ഓട്ടിസം ബാധിതരായ കുട്ടികളെ നാം കഴിയുന്നത്ര ഒരു സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ചികിത്സയും മാതാപിതാക്കളുടെ കരുതലോടുകൂടിയുള്ള പിന്തുണയും ഉണ്ടായാൽ ഓട്ടിസം ബാധിതരായ ഒട്ടേറെ കുട്ടികളെ നമുക്ക് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ ഒറ്റപ്പെടുത്തി പാർശ്വവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിനും യോജിച്ചതല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD എന്നത് മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ചയെയും വികാസത്തെയും ബാധിക്കുന്ന സവിശേഷമായ ഒരു അവസ്ഥയാണ്. വൈവിധ്യമാർന്ന നിരവധി കഴിവുകളും സ്വഭാവ സവിശേഷതകളും ഉൾപ്പെടുന്നതിനാലാണ് സ്പെക്ട്രം എന്ന പദം ഉപയോഗിച്ച് ഈ രോഗാവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. ആശയവിനിമയം നടത്തുന്നതിലും സമൂഹവുമായി ഇടപഴകുന്നതിലും ഇവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഇതൊരിക്കലും ഒരു രോഗമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ തലച്ചോറ് പുറത്തുനിന്നുള്ള വിവരങ്ങൾ ഗ്രഹിക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലെ വ്യത്യാസം മാത്രമാണ്. സ്പെക്ട്രം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഓട്ടിസം ബാധിച്ച ഓരോ വ്യക്തിയിലും കാണപ്പെടുന്ന ലക്ഷണങ്ങളും അവയുടെ തീവ്രതയും തികച്ചും വ്യത്യസ്തമായിരിക്കും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് 100 പേരിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രിയിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഇതിന്റെ വ്യാപനം ഏകദേശം 250 കുട്ടികളിൽ ഒരാൾക്ക് എന്ന രീതിയിലാണ്. ചിലർക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ വലിയ തോതിലുള്ള സഹായം ആവശ്യമായി വരുമ്പോൾ മറ്റു ചിലർക്ക് വളരെ ചെറിയ പിന്തുണയോടെ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കും. ASD ഉള്ള ചില കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചില കുട്ടികൾക്ക് ബുദ്ധിപരമായ വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ മറ്റു ചിലർക്ക് അസാധാരണമായ വൈജ്ഞാനിക കഴിവുകൾ ഉണ്ടാകും എന്നതും ഓട്ടിസത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിനാൽ തന്നെ ഓരോ വ്യക്തിയെയും അവരുടെ സവിശേഷതകൾ കൃത്യമായി മനസ്സിലാക്കി വേണം പരിഗണിക്കാൻ. കുട്ടികളിലെ ഓട്ടിസം ലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
സാധാരണയായി കുട്ടികൾ ജനിച്ച് ആദ്യത്തെ 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കുക, കണ്ണുകളിൽ നോക്കി സംസാരിക്കാതിരിക്കുക, സമപ്രായക്കാരായ കുട്ടികളുമായി കളിക്കാൻ താൽപര്യം കാണിക്കാതിരിക്കുക തുടങ്ങിയവ പ്രാരംഭ ലക്ഷണങ്ങളിൽ ചിലതാണ്. സംസാരശേഷി കൈവരിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം അല്ലെങ്കിൽ സംസാരശേഷിയുടെ പൂർണ്ണമായ അഭാവം എന്നിവയും പ്രധാനമാണ്. ഒരേ പ്രവർത്തികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക, ചില പ്രത്യേക കാര്യങ്ങളോടോ വസ്തുക്കളോടോ പ്രത്യേകമായ ഇഷ്ടമോ വെറുപ്പോ കാണിക്കുക, ദിനചര്യകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ മാതാപിതാക്കൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ സ്ക്രീനിംഗ് നടത്തുകയും ചെയ്യേണ്ടത് കുട്ടിയുടെ ഭാവി വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ പരിശോധനകളിലൂടെ ഓട്ടിസം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ശാസ്ത്രീയമായ ഇടപെടലുകൾ ആരംഭിക്കണം. മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. പകരം അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് അഥവാ ABA, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങി നിരന്തരമായ പരിശീലനങ്ങളിലൂടെ കുട്ടിയുടെ കഴിവുകളെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ലോകമെങ്ങുമുള്ള ASD ബാധിതരിൽ മുഴുവൻ പേർക്കും അർഹമായ ചികിത്സ തക്ക സമയത്ത് ലഭിക്കുന്നില്ല എന്നത് പ്രധാനമായൊരു വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. ഇത്തരം പരിശീലനങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ പല സാധാരണ കുടുംബങ്ങൾക്കും ഇത് താങ്ങാനാവില്ല. അതിനാൽ സർക്കാർ തലത്തിൽ സൗജന്യമായ തെറാപ്പി സെന്ററുകൾ കൂടുതൽ ആരംഭിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നിഷിലെ സീനിയർ ലെക്ചറർ വീണ മോഹൻ സംസാരിക്കുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് ഒരു രോഗമല്ല, ഇതൊരവസ്ഥയാണ്. ആശയവിനിമയം, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിലുള്ള ബുദ്ധിമുട്ട്, സെൻസറി ഡിസ്ഫങ്ഷൻ എന്നിവയാണ് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇവരെ എത്രയും വേഗം തിരിച്ചറിയുകയും ഏർലി ഇന്റർവെൻഷൻ വഴി ഈ 3 മേഖലയിൽ പരിശീലനം നൽകുകയും വേണം. കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തുടർച്ചയായ പിന്തുണയും പരിശീലനവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏർലി ഇന്റർവെൻഷൻ ഒരു തുടക്കമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഈ മേഖലയിൽ സമഗ്ര സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ആശയവിനിമയം, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് സെൻസറി സ്കിൽസ് എന്നിവ ഇംപ്രൂവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗ്രൂപ്പ് സെഷനുകളും ഇൻഡിവിജ്വൽ സെഷനുകളും നൽകി വരുന്നു. മാതാപിതാക്കളുടെ പങ്ക് വളരെ നിർണായകമാണ്. പാരന്റ് മീഡിയേറ്റഡ് ഇന്റർവെൻഷൻ വഴി മാതാപിതാക്കളെ പരിശീലിപ്പിച്ച് വീട്ടിലും കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാകും. ഈ കുഞ്ഞുങ്ങൾക്ക് ശരിയായ സമയത്ത് ആരംഭിച്ച പരിശീലനവും തുടർച്ചയായ പിന്തുണയും നൽകിയാൽ അവർക്ക് മികച്ച ജീവിത നിലവാരം കൈവരിക്കാൻ കഴിയും. ഇന്ന് ഓട്ടിസം ബാധിതരായ നിരവധി കുഞ്ഞുങ്ങൾ അവരുടെ സർഗാത്മക കഴിവുകൾ കൊണ്ട് ലോകശ്രദ്ധ നേടുന്നത് നാം കാണുന്നുണ്ട്. കലാ-സാംസ്കാരിക മേഖലയിലെ വ്യക്തിഗത മികവിനുള്ള 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗ് ജൻ ദേശീയ പുരസ്കാരം ലഭിച്ച അനന്യ ബിജേഷ് എന്ന 18-കാരി ഇത്തരത്തിൽ അസാമാന്യ പ്രതിഭ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പെൺകുട്ടിയാണ്. 2022 ഉജ്ജ്വല ബാല്യം പുരസ്കാരവും അനന്യയെ തേടിയെത്തി. അനന്യയുടെ മാതാവ് അനുപമ ആകാശവാണിയോട് 2.5 വയസ്സിലാണ് അനന്യയ്ക്ക് ഓട്ടിസം ആണെന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഓട്ടിസം എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന എനിക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അവളെ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താം എന്നുള്ളതിനോ ഒന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ലാത്ത കുട്ടിയാണ് അനന്യ. ആ 2.5 വയസ്സുള്ള സമയത്തും കാർട്ടൂണിലെ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ഒരിക്കൽ മേശമേൽ താളം പിടിക്കുന്നതാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു താല്പര്യം അനന്യയ്ക്കുണ്ട് എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരു കീബോർഡിനകത്ത് ആദ്യമായിട്ട് അവള് ഒരു പാട്ട് പാടി കേൾപ്പിച്ചതാണ് ഇതൊരു വഴിത്തിരിവായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ പാട്ട് ക്ലാസ്സിന് വിട്ടു. ഇന്ന് ധാരാളം വേദികളിൽ അനന്യ പാട്ടുകൾ പാടുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായകരോടൊപ്പം അവൾ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചിത്രചേച്ചിയോടൊപ്പം പാടിയതാണ് അവളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഋതം എന്ന ഭിന്നശേഷിക്കാരുടെ ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ട്. അതിനംഗമാണ് അനന്യ. സമൂഹത്തോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടത് സിമ്പതി അല്ല, ചേർത്ത് നിർത്തലാണ്. നിങ്ങളുടെ അംഗീകാരമാണ് വേണ്ടത്. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞിന് ഓട്ടിസം ആയതുകൊണ്ട് അവരെ ഒരു വീട്ടിനുള്ളിലിട്ട് വളർത്താതെ സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക. അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടാവും. ആ കഴിവിനെ നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഓട്ടിസമുള്ള കുട്ടിയുടെ കുടുംബം നേരിടുന്ന മാനസികവും സാമൂഹികവുമായ വെല്ലുവിളികൾ ചെറുതല്ല. കുഞ്ഞിനോടൊപ്പമോ അതിലേറെയോ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നവരാണ് രക്ഷിതാക്കൾ. പലപ്പോഴും സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും ബന്ധുക്കളിൽ നിന്നടക്കം കേൾക്കേണ്ടി വരുന്ന അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും മാതാപിതാക്കളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കും പരിശീലനത്തിനുമായി മുഴുവൻ സമയവും മാറ്റിവെക്കേണ്ടി വരുന്നതിനാൽ മാതാപിതാക്കളിൽ ഒരാൾക്ക്
തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യവും നിരവധിയാണ്. ഇത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സാരമായി ബാധിക്കുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകുകയും അവരെ മാനസികമായി പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി കടമയാണ്. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. സാധാരണ സ്കൂളുകളിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കാൻ ഇവർക്കും അവസരം നൽകണം. ഇതിനായി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ രീതി പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇവിടെ ഒരു അധ്യാപകൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ രീതിയിൽ അറിവ് പകരാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടതുണ്ട്. സ്കൂളുകളിൽ മറ്റു കുട്ടികളിൽ നിന്ന് ഇവർക്ക് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾക്കിടയിലും കൃത്യമായ ബോധവൽക്കരണം നടത്തണം. തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ബഡ്സ് സ്കൂൾ പ്രഥമാധ്യാപിക എസ് ധന്യ സംസാരിക്കുന്നു. ഓട്ടിസം കുട്ടികൾ അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. അതായത് ഓരോരുത്തരും യുണീക്കാണ്. കൂടാതെ ഓരോരുത്തർക്കും വ്യത്യസ്ത ശേഷികളുമുണ്ട്. നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും നമ്മളെ പോലെ നമുക്ക് ചേർത്ത് നിർത്തണം. അവരുടെ ചെറിയ മാറ്റങ്ങളെ പോലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കുട്ടിക്കാലം പിന്നിട്ട് മുതിർന്നവരാകുമ്പോൾ ഓട്ടിസം ബാധിതർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അവർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുക എന്നതാണ് ഇതിൽ പ്രധാനം. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് അനുയോജ്യമായ ജോലികൾ നൽകാൻ കോർപ്പറേഷൻ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും മുൻകൈയെടുക്കണം. ഇത് അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരേണ്ട സമയമാണിത്. ഓട്ടിസം ഒരു കുറവായി കാണുന്നതിന് പകരം മനുഷ്യന്റെ തലച്ചോറിന്റെ സ്വാഭാവികമായ ഒരു വൈവിധ്യമായി അതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാവണം. ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകാൻ ഏറ്റവും ചുരുങ്ങിയത് അവരെ അസ്വസ്ഥപ്പെടുത്താതിരിക്കാനെങ്കിലുമുള്ള പാകത്തിൽ സമൂഹത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹതാപമല്ല, മറിച്ച് തുല്യമായ പരിഗണനയും അവസരവുമാണ് ഇവർ അർഹിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും യാത്രാ സൗകര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. ഏറ്റവും പുതിയ ആഗോള ആരോഗ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഓട്ടിസം ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ നേരിടാൻ സർക്കാരും ആരോഗ്യവകുപ്പും ഇപ്പോൾ തന്നെ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തണം. ഓട്ടിസത്തിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ വിദ്യ സിനോജ് ആകാശവാണിയോട്. ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്തുണയാണ് കൗൺസിലിംഗ്. ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ മാതാപിതാക്കൾ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ കൗൺസിലിംഗ് അവർക്കൊരു വലിയ പിന്തുണയാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ കുറയ്ക്കാനും ഫാമിലി കൗൺസിലിംഗ് സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിവിധ തെറാപ്പികളും ഇവിടെ പ്രധാനമാണ്. ശരിയായ സമയത്ത് ലഭിക്കുന്ന കൗൺസിലിംഗും സ്നേഹപൂർണമായ പിന്തുണയും ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും അവരെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കാനും സാധിക്കും. ഓരോ ഓട്ടിസം കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകളും ലോകത്തെ കാണുന്ന രീതിയും പ്രത്യേകമാണ്. ഇത് മനസ്സിലാക്കി സ്കൂളുകളിലെ കൗൺസിലർമാർ കുട്ടികളുടെ പഠനത്തിലും കൂട്ടുകാരുമായുള്ള ഇടപെടലുകളിലും സഹായിക്കുന്നു. സഹതാപമല്ല, ഉൾക്കൊള്ളലാണ് അവർക്ക് ആവശ്യം. സ്നേഹത്തോടെ നമുക്കവരെ ചേർത്ത് പിടിക്കാം. ചുരുക്കത്തിൽ ലോക ഓട്ടിസം അവബോധ ദിനം എന്നത് ഏപ്രിൽ മാസത്തിലെ ഒരു ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതില്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണം. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കുറവുകളെ അംഗീകരിക്കാനും തയ്യാറാകുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഒരു സമൂഹമായി മാറുന്നത്. ബോധവൽക്കരണത്തിൽ നിന്നും പൂർണ്ണമായ അംഗീകാരത്തിലേക്കുള്ള ഈ യാത്രയിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു നല്ല നാളെയെ സൃഷ്ടിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വലിയൊരു പ്രചോദനമായി മാറട്ടെ. ഓട്ടിസം ബോധവൽക്കരണവും പരിചരണവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് സുവർണ. മാധ്യമപ്രവർത്തകർ. അവതരണം ലിൻസ സിറാജ്.